ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇപ്പോഴത്തെ സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. CPIM-ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവിൽ ഒരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയോ ഗവൺമെൻറ്റോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് പകരം BJP മുഖ്യമന്ത്രിമാരോടും BJPയുമായി സഖ്യത്തിലുള്ള NDAയിൽപ്പെട്ട മുഖ്യമന്ത്രിമാരോടുമുള്ള ഒരു ആശയവിനിമയം പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. അപ്പോൾ BJPയോ NDAയോ അല്ലാത്ത മുഖ്യമന്ത്രിമാർ ഉള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തിന് പുറത്താണ്. ഒരു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കുക എന്നുള്ള ആവശ്യം നിരസിച്ച പ്രധാനമന്ത്രി, അതുപോലെ തന്നെ വിവേചനപരമായി BJPയിലും NDAയിലും പെട്ട മുഖ്യമന്ത്രിമാരുമായി മാത്രം ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി വളരെ ശരിയല്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ശരിയല്ലാത്ത ഒരു പ്രതികരണം അതിനോട് നൽകാൻ CPM തയ്യാറല്ല. ഈ സ്ഥിതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഡെലിഗേഷനിൽ CPM-ൻ്റെ രാജ്യസഭാ നേതാവിനെ ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടുത്താനുള്ള താല്പര്യം അറിയിച്ചു. അത് ഞങ്ങൾ ചർച്ച ചെയ്തു. മോഡി ഗവൺമെൻറ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരോടും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വിവേചനപരമായി BJP NDA മുഖ്യമന്ത്രിമാരോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇങ്ങനെയെല്ലാമുള്ള ശരിയല്ലാത്ത സമീപനം BJP NDA കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും വളരെ പക്വമായ ഒരു പ്രതികരണമാണ് ഈ വിദേശത്തേക്ക് അയക്കുന്ന വിവിധ പാർട്ടി പ്രതിനിധികളും വിദഗ്ധരും അടങ്ങുന്ന പ്രതിനിധി സംഘത്തെ സംബന്ധിച്ച് CPIM-ഉം പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ, പ്രതിനിധി സംഘത്തിൽ പങ്കെടുക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ. അതുപോലെ കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ശശി തരൂർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. ശശി തരൂരിനെയാണ് ഒരു ചെയർമാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതാവായി നിയോഗിച്ചിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അത് കോൺഗ്രസും ശശി തരൂരും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട, പരിഹരിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, അതായത് ഈ യുദ്ധത്തെ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള പ്രചാരണം അത് BJP മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതേസമയം കോൺഗ്രസ് ചില റാലികളൊക്കെ നടത്തുന്നു. ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം നടത്തിയേനെ എന്ന് പറയുന്നു. ഈ വിധത്തിലുള്ള പ്രതികരണങ്ങളോട് എന്താണ് ഒരു കമൻറ്റ്? ഇപ്പോൾ കേന്ദ്ര BJP ഗവൺമെൻറ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം രാജ്യത്തുണ്ട്. BJPയുടെ സംസ്ഥാന മന്ത്രിമാർ വളരെ ഹീനമായ പ്രതികരണങ്ങൾ നടത്തിയത് നമ്മുടെ മുമ്പിൽ വന്നു. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സൈന്യം പ്രധാനമന്ത്രിയുടെ കാലുതൊട്ട് വന്ദിക്കുകയാണ് തുടങ്ങിയ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ BJP മന്ത്രിമാരിൽ നിന്നും മറ്റും ഉണ്ടാകുന്നു. ഇതിനെല്ലാം ശക്തമായ ഭാഷയിൽ CPIM-ഉം പ്രതിപക്ഷവും വിമർശിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലവും മോഡിയുടെ കാലവും ഒക്കെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് CPIM-നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യമല്ല.